അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ദാ മോള് മദ്രസ്ക്ക് പോവാട്ടോ. രാവിലെ 7 മണിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് അതുവരെ പോയി കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകും. കുട്ടികളൊക്കെ ഉണ്ടാവും അവിടുന്ന്. നല്ലൊരു മഴക്കില്ല കോളുണ്ട്. ഇപ്പം തന്നെ പെയ്യൂട്ടോ. അപ്പോൾ ദാ അവളെ കുറച്ച് അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ നടന്ന് പോരാട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ. അപ്പോൾ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഞാൻ വേഗം നടന്ന് പോവാട്ടോ. മഴ ഇപ്പം പെയ്യും. അപ്പോൾ ദാ നല്ല മഴ പെയ്തിട്ട് ഞാൻ വേഗം ഓടി കയറിയിട്ട് അകത്തേക്ക്. അപ്പോൾ രാവിലെ എണീക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയല്ലേ മഴ ആയതുകൊണ്ട്. നമ്മൾ വലിയവർക്ക് തന്നെ ഭയങ്കര മടി. അപ്പോൾ കുട്ടികളെ അവസ്ഥ പറയണ്ടല്ലോ. മോക്കൊക്കെ എന്തോ ഒരു മടിയാന്ന് പറയാം രാവിലെ എണീക്കാനും മദ്രസ്ക്ക് പോകാനൊക്കെ എന്നറിയില്ലേ. പിന്നെ നമുക്ക് എന്ത് മഴയായാലും എണീക്കല്ലാതെ യാതൊരു രക്ഷയില്ല. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടേ, ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, എന്തൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതാ ഗോതമ്പ് പൊടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളെ മദ്രസ്ക്ക് ആക്കണതിന് മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ കലക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കലക്കിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ദോശ ചൂടില്ലേ കലക്കി ഒഴിച്ചിട്ട് അതേ അത്ര ലൂസ് തന്നെ വേണ്ട കേട്ടോ. അതിലേറെ ഒന്നുകൂടെ തിക്കായിട്ടത് വേണ്ടത്. അപ്പോൾ ദാ ഗോതമ്പ് ദോശ ചൂടാനുള്ള പൊടിയൊക്കെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ദോശ പിന്നെ എല്ലാവരും ചൂടുന്നതാണല്ലേ ഗോതമ്പ് പൊടി വെച്ചിട്ട്. പിന്നെ ഞാനിതിലേക്ക് നല്ലൊരു ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കണത്. തക്കാളി, സവാള, ഉണക്കമുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം തന്നെ ദോശ ചൂടട്ടോ. എല്ലാവർക്കും രാവിലെ പോകാനുള്ളതല്ലേ. അപ്പോൾ അത് ഒരു അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടി വെച്ചാൽ അതിൻ്റെ ചൂടാറുമല്ലോ. അപ്പോൾ നമുക്ക് ദോശ ചുട്ട് കഴിയുമ്പോൾ ആ ചൂടൊക്കെ പോയിക്കോളും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചമ്മന്തി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസം കേട്ടോ. ഈ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചോറുണ്ടാക്കാൻ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് അക്ഷയ വരെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ആദ്യം ശരിയാക്കാനുള്ളത് സ്റ്റോർ റൂമാട്ടോ. ഇതാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് സ്റ്റോർ റൂം. ഇതൊന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് അക്ഷയ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാനിത് എത്ര ശരിയാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. മക്കൾ വന്ന് ആകെ അലങ്കോലപ്പെടുത്തും. അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ തിരഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർക്ക് കിഴങ്ങ് പൊരിക്കുക, മുട്ട പൊരിക്കുക, അതിലേക്ക് ആവശ്യമുള്ള പൊടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞിട്ട് ആകെ വലിച്ചിടും കേട്ടോ. രണ്ടാമത്തെ മോക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അവളാണ് ഇതിൻ്റെ പ്രധാന കണ്ണി കേട്ടോ. ഇതിങ്ങനെ അലങ്കോലപ്പെടുത്തിയിരുന്നത്. ചെറിയൊരു അടുക്കളയാട്ടോ ഈ വീടിനുള്ളത്. പിന്നെ ആകെ ഒരു ആശ്വാസം ഈ ഒരു സ്റ്റോർ റൂം ഉണ്ട് എന്നുള്ളതാട്ടോ. കുറച്ചൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ആകെല്ലൊരു ആശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിൽ ഇത് വാടക വീടാന്നുള്ളത്. അപ്പോൾ ഇതിൽ അത്ര സ്പേസ് ഒന്നുമില്ല കേട്ടോ. വേറെയുള്ള റൂമിലാണെങ്കിലും അങ്ങനെ റാക്കുകളും കബോർഡുകളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോർ റൂം ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം കേട്ടോ. നമുക്ക് കുറേ സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ട് അട്ടിയിടാലോ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ദോശ ചുട്ടെടുക്കട്ടെ. അപ്പോൾ അത് ചൂടാറുമ്പോൾ നമുക്ക് ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചമ്മന്തി അരച്ചെടുക്കാമല്ലോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗോതമ്പ് ദോശൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അതുപോലെ ദോശ അതുപോലെ തന്നെ ആ ചമ്മന്തിയൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഒന്നിട്ട് മറിച്ചിടും. അപ്പോൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കളർ മാറി വരും കേട്ടോ. ഒരു ബ്രൗൺ കളറാവും. അങ്ങനെ ചപ്പാത്തിൻ്റെ ഒക്കെ മുകളിലുണ്ടാവില്ല. അതേപോലെ കളർ മാറി വരുമ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കളർ മാറി വരണം കേട്ടോ. അപ്പോഴുള്ളൂ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ കട്ടി കുറവും വേണ്ട. എത്ര കട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ നമ്മൾ വീട്ടമ്മമാരുടെ അവസ്ഥ. ഒരു പണീൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് പണി ഉണ്ടാവും. അപ്പോൾ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ ചമ്മന്തി ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരടുപ്പത്ത് അവിടെ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചെടുത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കുകയാണ്. ഈ പേന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ എഴുതി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അല്ലടത്ത് ചെറിയ മോള് കൊടുത്തിട്ട പേനയാട്ടോ അവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എഴുതി കണക്കൂട്ടാനൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കണക്കൂട്ടലുകളൊക്കെ എന്നോ തെറ്റിപ്പോയതാണ്. അതൊന്നും ഇനി ഒരിക്കലും ശരിയാവും തോന്നുന്നില്ല. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് വണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഉച്ചക്ക് ചോറിന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ കട്ട് ചെയ്തതാട്ടത്. ഇന്നലെ ഉപ്പേരിക്ക് കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചതാട്ടത്. അപ്പോൾ അതിലൊരു പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചക്കായ കൂടെ കൂട്ടിയിട്ട് പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചപ്പാത്തിക്ക് പരത്തി വെച്ചതാട്ടോ. അപ്പോൾ എനിക്ക് ചപ്പാത്തി ആട്ടോ ഇഷ്ടം. അപ്പോൾ എനിക്ക് 2 ചപ്പാത്തി ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ദോശച്ചട്ടിയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ ഞാൻ. അപ്പോൾ ദോശച്ചട്ടിയിലാണ് ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്മേൽ കുറച്ച് ഓയിലൊക്കെ ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കും. അപ്പോൾ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി മറിച്ചിട്ട് കൊടുത്തിട്ട് പൊള്ളച്ച് വരുമ്പം കുറച്ചും കൂടെ ഓയിൽ തേച്ച് കൊടുത്താൽ 2 സൈഡിലും ഓയിലുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഓയിൽ ഓവറായിട്ടും തേച്ച് കൊടുക്കൂല കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് കുട്ടികൾ 2 സ്കൂൾക്ക് പോയിട്ട് ഒരാൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കട്ടോ. ഇവിടെയൊക്കെ ഓല് സ്കൂൾക്ക് പോകുമ്പോഴുള്ള അവസ്ഥയായിട്ടത്. ആകെ വലിച്ചു വാരിയിട്ടിട്ട് പോകും അവർ. ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ക്ലീൻ ചെയ്ത് കിട്ടണം. ഇത് വലിയ മോക്ക് NMMSന് കിട്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അക്ഷയ പോണേ. അപ്പോൾ അവൾ ആ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു NMMS. അതിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത് മുഴുവനും വലിയ മോക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളാട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് എടുത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. ആകെ ഈ ഹാളിൽ ഈ ഒരു ചെറിയ ഷോക്കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതാ ഇത് 4 പിന്നെ നമ്മൾ നേരത്തെ ചുമരുമ കാണിച്ചിലൊന്ന് അത് കേട്ടോ. അതൊന്നും 5 ട്രോഫി ആട്ടോ കിട്ടിയിട്ടുള്ളത് NMMSൽ പാസ്സായിട്ട്. പിന്നെ അതൊക്കെ കിട്ടിയിട്ടുള്ള ട്രോഫികളാട്ടോ. മദ്രസയിൽ ടോപ്പ് പ്ലസ് കിട്ടിയിട്ടുള്ളത്, പിന്നെ USSന് കിട്ടിയിട്ടുള്ള ട്രോഫി, അങ്ങനെ മദ്രസയിൽ സ്കൂളിലൊക്കെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ട്രോഫികളൊക്കെ ആട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അക്ഷയ് പോകാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ NMMSൻ്റെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ അതാ കുറച്ചൊരു തക്കുണ്ട് കേട്ടോ, മഴ എന്നിട്ട് തോർന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അക്ഷയ് പോയി വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നിക്കട്ടെ. ഞാൻ വെണ്ടക്കക്കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇത് കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ചതാട്ടോ വെണ്ടക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നിട്ട് വാട്ടിയെടുക്കാം കേട്ടോ, കുറച്ച് എണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ വെണ്ടക്കക്കറി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാറുണ്ട് എണ്ണയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് ആ കുടംപുളി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ വെണ്ടക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വെന്ത് വരുന്ന സമയത്തായിട്ട് നമ്മളിതിലേക്ക് നാളികേരം അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാം കേട്ടോ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിത് ഇതിൽ പച്ചക്കായോടെ അരിഞ്ഞ് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ വെണ്ടക്കക്കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മളെ ചോറിനുള്ള വെണ്ടക്കക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പച്ചക്കായല്ല, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ പയറും പച്ചക്കായൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലുള്ള ഉപ്പേരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വടിക്ക് 2 പശി എന്ന് പറഞ്ഞ പോലെയാവും. നമുക്ക് വെണ്ടക്കക്കറിയും തൂമിച്ചെടുക്കാൻ പറ്റും, പയറുപ്പേരിയും തൂമിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് വെച്ചിട്ട്. അപ്പോൾ അത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെണ്ടക്കക്കറിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സംഗതി എളുപ്പമായില്ലേ. ഇനി ഈ ചട്ടിക്ക് നമുക്ക് പയറുപ്പേരി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ പയറുപ്പേരി റെഡിയായി, അതുപോലെ തന്നെ വെണ്ടക്കക്കറി റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചോറിനുള്ളത്. ഇനി പപ്പടം കൂടെ പൊരിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഒരുപാട് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് കഴുകാൻ. അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ അക്ഷയ് പോവാട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയൊക്കെ ഉള്ളിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ 2 ആളുള്ളല്ലോ ഫുഡിനുള്ളത്. അപ്പോൾ ഇനി പപ്പടം കൂടെ പൊരിച്ചെടുക്കാനുള്ളൂ. അതിന് പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാനും മോളും കൂടെ അക്ഷയയിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് NMMSൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ ചെയ്യണം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും കേട്ടോ നമുക്ക് ഫോണിക്ക്. അതും കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരതൊക്കെ സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അക്ഷയയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങാടി. അപ്പോൾ നമുക്ക് നടന്ന് പോയിട്ട് വന്നാൽ മതി കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാട്ടോ പോകുന്നത്. വെയിലായിട്ട് റോഡിൽ എന്താ വെള്ളം വിചാരിക്കുന്നുണ്ടാവില്ലേ. ഇതെന്താണോ, ഇത് പാടത്തിൻ്റെ സൈഡാട്ടോ. അപ്പോൾ ആ പാടത്തിൻ്റെ ആ സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദാ മോള് വെയിലായിട്ട് മുന്നിൽ വേഗം നടന്ന് പോവാട്ടോ. അപ്പോൾ ദാ പോണീൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, മെല്ലെ കണ്ണാടിയിൽ നോക്കി പോവാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.